പണം മറ്റൊരാൾക്ക് കൊടുത്ത് ചതിക്കപ്പെട്ടവരാണോ നിങ്ങൾ? അത് ഇതുവരെയും തിരിച്ചു കിട്ടിയില്ലേ? എന്നാൽ തിരിച്ചു പിടിക്കാൻ ഒരുപാട് വഴികൾ. നിങ്ങളുടെ കയ്യിലെ പൈസ മറ്റൊരാൾക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ഒരു ആവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത തുക അത് അവർ വാങ്ങുകയും പിന്നീട് അത് ചെയ്തു തരാതെ, ആ ഒരു കാര്യം ചെയ്തു തരാതെ നിങ്ങളെ പറ്റിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടാണ് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 318 BNS പ്രകാരം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാനും അതൊരു ചീറ്റിംഗ് കേസിന്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു FIR ഇട്ട് ഒരു കേസായി മാറും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. ഇനി ഇതല്ലാതെ നിങ്ങൾ മറ്റൊരാൾക്ക് പൈസ കടമായി കൊടുത്തതാണെങ്കിൽ ആ പൈസ കടം കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചെക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾ ചെക്ക് പ്രസന്റ് ചെയ്യുകയും ചെക്ക് ബൗൺസായി വരുന്ന സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ സെക്ഷൻ 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ കീഴിൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഈടായിട്ട് പ്രോമിസറി നോട്ടാണ് തന്നതെങ്കിൽ ആ ഒരു പ്രോമിസറി നോട്ടിന്റെ ബലത്തിലാണ് നിങ്ങൾ പൈസ കടം കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ റിക്കവറി ഓഫ് മണി സ്യൂട്ട് കൊടുക്കാം. ഇതൊന്നും അല്ലാതെ നിങ്ങൾ ഒരു കരാർ ബേസിൽ നിങ്ങളുടെ പണം മറ്റൊരാളിൽ പെടുകയും ആ ഒരു കരാർ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിരിക്കാം, ആ പ്രോപ്പർട്ടി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്തതായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിച്ചുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് തരാനുള്ള തുക ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് കോടതിയിൽ കേസ് കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ പൈസ കടം കൊടുത്തതിനുള്ള തെളിവുകളാണ്. അത് ഒരു അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു പിടിക്കാൻ സഹായിക്കും.